ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മോശം കമന്റ്സുകളൊക്കെ കിട്ടാറുണ്ട്. നമ്മളത് മൈൻഡ് വയ്ക്കാറില്ല, നമ്മൾ പ്രതികരിക്കുക, രസമാണ്, അത് ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. പക്ഷെ ഇന്നലെ എനിക്കൊരു കമന്റ്സ് കിട്ടി. അത് വളരെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്തോ നമുക്കത് ചെറുപ്പം മുതലേ കേൾക്കുന്ന സംഭവം ആയതുകൊണ്ടായിരിക്കാം അത് ഫീൽ ചെയ്ത്. അപ്പോൾ അതൊന്ന് എനിക്കൊരു വീഡിയോ ആക്കണം തോന്നി. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ കമന്റ് ചെയ്ത ആളും ചെറുപ്പം തോന്നി. ബോഡി ഷെയ്മിങ് ഒക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആളുകളിലൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് പവർ ഗ്രൂപ്പിന്റെ വിജയം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൽ കിഷ്കിന്താകാന്ഡം, അതുപോലെ തന്നെ അയ്യാറമ്മ പടത്തിനെ കുറിച്ചും പിന്നെ ഈ ഓണത്തിനിറങ്ങിയ റിലീസുകളെ കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ചേട്ടത് മുഴുവൻ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. വീഡിയോ ആകെ 6 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അപ്പൊ ആള് ആദ്യം കമന്റ് ഇട്ടെന്താ വെച്ചാൽ, നിനക്കൊരു വ്യൂസും ഇല്ലല്ലോ വാണമ്മേ, പോയി ഞങ്ങളുടെ കോക്കനെ കണ്ടുപിടിക്കട മരവാഴ. സ്വാഭാവികം, അതൊന്നും നമുക്ക് വിഷയമുള്ള കേസല്ല. കോക്കനും നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ കോക്കന്റെ വ്യൂസിന്റെ 1% പോലും എനിക്കില്ല. ഞാൻ കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. ചേട്ടന്മാരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും മോശമായിക്കൊന്നുമില്ല, എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെയാണെങ്കിൽ മരവാഴ നീ കമന്റ് ഇട്ടത് പോയി കോക്കിന് താഴെ കമന്റ് ചെയ്യൂ, ലോകബദ്ധമേ മരവാഴ. തിരിച്ച് കമന്റ് ഇട്ട്, കാരണം ആ ഒരു പോസ്റ്റ് കണ്ടപ്പോ അങ്ങനെയായി. അപ്പോ അവൻ ഇട്ടൊരു കമന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഒരു അളിഞ്ഞ മോന്തയും ചിരിയും പൊട്ടൻ വൈബും. അളിഞ്ഞ മോന്ത ചിരി, അത് നമ്മളെ മോന്ത മോശമായത് കൊണ്ടായിരിക്കും. അളിഞ്ഞ മോന്ത ചിരി അത്ര മോശമാണോ? നല്ല പോസിറ്റീവ് പറയാറ്, ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പൊട്ടൻ വൈബ്, അത് ഓക്കെ. ഒരാള് ഇപ്പൊ എല്ലാവർക്കും നമ്മള് പൊട്ടനാണോ മണ്ടനാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നോക്കി. അപ്പൊ ഞാൻ തിരിച്ചിട്ടു, ചേട്ടൻ നല്ല അളിഞ്ഞ മുഖല്ലാത്തവനായിരിക്കട്ടെ, പൊട്ടന് മരവാഴി ഒന്നുമല്ല, അങ്ങനെ പറഞ്ഞ് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞ അയ്യോ അമ്മാവന് വൈബ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ വൈബായപ്പോ വരെന്നുള്ള രീതിയിൽ അങ്ങനെ ഇട്ട്. പിന്നെ അവൻ എന്തൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു നിന്റെ അളിഞ്ഞ മോന്തയും ചിരിയും, നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ദൈവം തരുന്നൊരു സംഭവമല്ല നമ്മുടെ മോന്തയും ചിരിയൊക്കെ. അപ്പൊ അത് ഒന്ന് കേട്ടപ്പോ എനിക്ക്, ഇയാള് കമന്റ് ഇട്ട ആള് ഫോട്ടോ ഒന്നും ഇല്ല, പക്ഷെ അയാൾ ചെറുപ്പാന്ന് എനിക്ക് തോന്നി. കാരണം പേര് കേട്ട സമയത്ത് പേര് വരുന്ന ചേട്ടന്റെ രമേശ് ജെയിൻ എന്നാണ് പേര് വരുന്നത്. അപ്പൊ ആള് ചെറുപ്പാന്ന് തോന്നി എനിക്ക്. കാരണം പോസ്റ്റ് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഈ ബോഡി ഷെയിം സംബന്ധമായിട്ടൊരു കമന്റ്സ് ഒക്കെ ഈ കാലഘട്ടത്തിൽ ഒരാള് ചെയ്യുന്നത്, മറ്റു പടത്തിൽ നിവിൻ പോളി പറഞ്ഞ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ട് മടുത്ത് 1-2 വർഷത്തോളമായി ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ഇടുന്നു. വ്യൂസ് കയറുന്ന എനിക്കൊരു പോസിറ്റീവ് ഉണ്ട്. ഞാൻ ഇത് എന്തായാലും മുന്നോട്ട് തന്നെ വിജയിക്കും. മറ്റേ നിവിൻ പോളി മറ്റേ പടത്തിൽ പറഞ്ഞ ഒറ്റയ്ക്ക് വന്നവനാണ്, ആരും സപ്പോർട്ട് ചെയ്യില്ലാണ്ട് ഇപ്പൊ ഏകദേശം മോണിറ്റൈസേഷനായി. കാര്യങ്ങൾ അത്യാവശ്യം 10.3K സബായിട്ടുണ്ട്. അത്യാവശ്യം വീഡിയോസിന് റീച്ച് കിട്ടും. ചില വീഡിയോസ് തീരെ കിട്ടുന്നില്ല. നീ പറഞ്ഞ പോലെ കശ്യന്ത് കോക്കനെ കണ്ടുപിടിക്കുന്നുണ്ട് ജനാളെന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട്. പക്ഷെ ഞാൻ അവരെ കണ്ടുപിടിക്കുമ്പോ നീ പറയേണ്ട കാര്യമില്ല. അത്ര ചേട്ടനോട് പറയാനുണ്ട്. കുറച്ചധികം പറയാന്ന് വിചാരിച്ചു, പക്ഷെ വേണ്ട. ഈ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുമ്പോ ശ്രദ്ധിക്കുക. ആ കാലഘട്ടമൊക്കെ മാറിയിടോ. 2024 ബാക്കിയുള്ള എല്ലാ കമന്റ്സും നമുക്ക് നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത് നിന്റെ നിലവാരത്തിൽ കമന്റ്സ് ചെയ്തു മാത്രം. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി പിടിക്കണം. അതൊക്കെ വളരെ മോശമാണ്. 2024 ഈ അമ്മാവ വൈബ് നിനക്കാന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും പറയാൻ എനിക്ക് തോന്നി. അപ്പോൾ ഓക്കെ, താങ്ക് യു.